എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചു, കേണപേക്ഷിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ട ചില പത്രക്കുറിപ്പുകളിലുണ്ട്, വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അത് ഈ നാട്ടിലെ ചിലർക്ക് അത് മനസ്സിലാകില്ല. പ്രത്യേകിച്ചും ഈ രാജ്യത്തിനോട് കൂറില്ലാത്ത വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ അഞ്ചാം പത്തികളായി അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാർക്ക്, അവർക്കൊന്നും അതിൻ്റെ സാരാംശം മനസ്സിലാവില്ല. കുറച്ച് ലളിതമായി ഞാനതിവിടെ പറയാം. നമ്മുടെ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ട വിവരങ്ങളാണ്. ഇതൊന്നും ഞാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ പറയുന്നതല്ല. നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ട ഈ കാര്യങ്ങൾ. ഇത് എല്ലാവരും, ഇന്ന് നമ്മുടെ രാജ്യത്ത് മുഴുവനും ഈ വിവരങ്ങൾ ലഭ്യമാണ്. പക്ഷേ കണ്ണുള്ളവർക്കല്ലേ കാണാനും കാതുള്ളവർക്കല്ലേ കേൾക്കാനും പറ്റുള്ളൂ. ഇത് രണ്ടും കൊട്ടിയടച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് പപ്പുമോനും അതുപോലെ ഈ ഇടതുപക്ഷ ഗീർവാണ ബുദ്ധിജീവികൾക്കും അതൊന്നും മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ലളിതമായ ഭാഷയിൽ ഞാനതൊന്ന് വിവരിക്കാം. അതായത് പാകിസ്ഥാൻ്റെ 12, അവർക്ക് 19 എയർബേസുകളാണുള്ളത്. അതിൽ ഏതാണ്ട് 7-8 എണ്ണം പരിശീലനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ, ഈ സാധനങ്ങൾ കൊണ്ടുപോകാനും വരാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ സൈനികരെ കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ 12 എണ്ണം, ശരിക്കും 11 എണ്ണമാണ്, പക്ഷെ 12 എണ്ണം വരെ യുദ്ധസംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, അതായത് അവിടെ നിന്ന് യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാം, അതുപോലെ തന്നെ അവിടെ നിന്ന് ആക്രമണങ്ങൾക്ക് സജ്ജമായ രീതിയിൽ മിസൈലുകൾ ഘടിപ്പിച്ച വിമാനങ്ങളെ അവിടെ നിന്ന് പറത്താം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത്തരത്തിലുള്ള 12 വ്യോമത്താവളങ്ങളാണ്, എയർ ബേസുകളാണ് ഇന്ത്യ നിമിഷ നേരം കൊണ്ട് തകർത്ത് കളഞ്ഞത്. എന്ന് മാത്രമല്ല, അവരുടെ ആണവായുധങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അത് കിരൺ ന്യൂക്ലിയർ ആയുധ സംഭരണ ശേഷി, അത് ആ സ്ഥലം അറിയപ്പെടുന്നത് കിർണ ഹിൽ എന്നാണ്. അതിൻ്റെ സമീപത്ത് തന്നെ ബോംബിട്ട് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ ചെന്ന് പതിച്ച് ഇന്ത്യൻ കരുത്ത് തെളിയിച്ചതാണ്. എന്തായാലും ഈ 12 എയർബേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൂർ ഖാൻ, അത് ചക്ലാല എയർബേസ് റാവൽപിണ്ടിക്ക് സമീപമാണ്. ഈ നൂർ ഖാനെ ആണ് ഇന്ത്യ ആദ്യം തന്നെ തകർത്തത്. അത് പാകിസ്ഥാൻ വ്യോമ ലോജിസ്റ്റിക്സിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന തലത്തിലുള്ള സൈനിക ഏകോപനത്തിൻ്റെ കേന്ദ്രമാണത്. ആ കേന്ദ്രം പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ സാധിച്ചു. ഇസ്ലാമാബാദ്, പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനോട് ഏറ്റവും അടുത്തുള്ളതും VIP ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും അതുപോലെ സൈനിക ലോജിസ്റ്റിക്സിന് ഉപയോഗിക്കുന്നതിനും കൃത്യമായ ഒരു താവളമായതിനാൽ ആണ് അത് കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ സകല പ്രതിരോധത്തെയും നശിപ്പിച്ചുകൊണ്ട്, അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ആ വ്യോമതാവളം ആക്രമിച്ച് നശിപ്പിച്ചത്. നമ്മുടെ മിസൈലുകൾ അതിനെ തകർത്തത്. അതോടുകൂടി അതിൻ്റെ പ്രവർത്തന യൂണിറ്റുകൾ തകർന്നതോടുകൂടി അതും മറ്റ് എയർബേസുകളുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ബേസ് റഫീഖി എന്ന് പറയുന്ന, അത് ഷോർക്കോട്ട്, ആ ഫ്രണ്ട് ലൈൻ കോമ്പാറ്റ് സ്ക്വാഡ്രണുകൾ അതിന് ആതിഥേയത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്ന, അത് അവിടെ നിന്നാണ് അത് പറന്നുയരുന്നത്, ഈ സ്ക്വാഡ്രണുകൾ. അതിന് ഉള്ള ഏറ്റവും വലിയൊരു യൂണിറ്റാണത്. അതിനെ നശിപ്പിക്കാൻ, അത് ഏതാണ്ട് മധ്യ പഞ്ചാബിലാണ്, പാകിസ്ഥാനിലെ മധ്യ പഞ്ചാബിലാണ് ഈ നീക്കം. നമ്മളിത് നശിപ്പിച്ചതോടുകൂടി പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്ന് തന്നെ പറയാം. ഏറ്റവും മൂർച്ചയുള്ള അവരുടെ ഒരു ആക്രമണ ആയുധത്തെ ഇല്ലാതാക്കാനാണ് അതിലൂടെ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ മുരിദ് കെ എന്ന് പറയുന്ന എയർബേസ്, ഇത് നമുക്കറിയാം, ഇത് പഞ്ചാബിലാണ്. ഈ പഞ്ചാബിലെ ഈ മുരിദ് കെ ഒരു സുപ്രധാന പരിശീലന കേന്ദ്രവും അതുപോലെ തന്നെ ഈ മിസൈൽ സംഭരണ കേന്ദ്രവുമാണ്. ഈ ഇന്ത്യയെ ആക്രമിക്കാൻ മിസൈലുകൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ മുരിദ് കെ എയർബേസ്.
വ്യോമത്താവളം. അത് നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു നിർണായക ഭാഗം പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 4-5 വർഷമെങ്കിലും എടുക്കും അത് പുനർനിർമ്മിക്കാൻ. ഇതുപോലെ നാലാമത്തത് സുക്കൂർ എയർബേസ്, അത് സിന്ധിലാണ്. ഈ സുക്കൂർ വ്യോമത്താവളവും ഈ പറഞ്ഞതുപോലെ നശിപ്പിച്ചതിലൂടെ ഈ പാകിസ്ഥാൻ്റെ തെക്കൻ വ്യോമ ഇടനാഴിയെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ സിന്ധിലും ബലൂചിസ്ഥാനിലുമുള്ള സൈനിക നീക്കത്തിനും ഉപകരണങ്ങളുടെ നീക്കത്തിനും ഒക്കെ തടയിടാൻ ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ സിയാൽകോട്ട് എയർബേസ്, അത് കിഴക്കൻ പഞ്ചാബിലാണ്. അതിനെ നമുക്ക് പരിപൂർണമായിട്ടും നശിപ്പിക്കാൻ പറ്റി. അതൊരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്, അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അതുപോലെ തന്നെ പാസ്രൂർ എയർ സ്ട്രിപ്പ്, ഈ ചില വാക്കുകളൊക്കെ ശകലം ബുദ്ധിമുട്ടാണ് അവരുടെ സ്ഥലപ്പേരുകൾ. ആ പാസ്രൂർ എയർ സ്ട്രിപ്പ് അത് പഞ്ചാബിലാണ്. അത് ചെറുതാണെങ്കിലും ഈ അടിയന്തരമായിട്ട് ഈ പരിക്കേൽക്കുന്ന സൈനികരെ കൊണ്ടുവരാനും അവരെ ചികിത്സയിലേക്കും ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു എയർബേസാണ്, വ്യോമത്താവളമാണ്. അതിനെയും നമുക്ക് തന്ത്രപരമായിട്ട് നമുക്ക് നശിപ്പിക്കാനായി. അതോടുകൂടി ഈ ശരിക്കും പാക് സൈന്യം അവരുടെ എയർഫോഴ്സ് മാത്രമല്ല, വ്യോമസേന മാത്രമല്ല, സമ്പൂർണ്ണമായിട്ടും നാവിക സേനകളടക്കം സമ്പൂർണ്ണമായിട്ടും ദുർബലപ്പെടുന്ന ഒരു ആക്രമണമാണ് നമ്മൾ നടത്തിയത്. അതുപോലെ ഏഴാമത്തത് ചുനിയൻ, ഇത് ഈ റഡാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റഡാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു വ്യോമത്താവളമാണ്. പാക് അതിർത്തി കടന്നു വരുന്ന മിസൈലുകളെയും വിമാനങ്ങളെയും യുദ്ധവിമാനങ്ങളെയും ഒക്കെ മുൻകൂട്ടി അറിയാനും വിവരങ്ങൾ കൊടുത്ത് അതിനെ ആക്രമിക്കാനും തടയാനുമൊക്കെ ഉള്ള ഒരു സംവിധാനമുള്ള ഒരു വ്യോമത്താവളമാണ് ഈ ചുനിയൻ. ആ ചുനിയൻ ഈ മധ്യ പഞ്ചാബിൻ്റെ വ്യോമാതിർത്തി ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഇത് നിരീക്ഷിക്കുന്നത്. അവിടെ കൃത്യമായിട്ടും അതിനെ നശിപ്പിക്കാൻ സാധിച്ചതോടുകൂടി അവരുടെ റഡാർ സംവിധാനം തന്നെ പരിപൂർണമായിട്ടും നശിപ്പിക്കപ്പെട്ടു എന്ന് പറയാം. മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന റഡാറുകളെ ഏകോപിപ്പിക്കുന്നതും ഇവിടെ ഇരുന്നാണ്, ഈ ചുനിയനിലിരുന്നാണ്. അതും പൂർണ്ണമായിട്ടും നമുക്ക് നശിപ്പിക്കാനായി അതൊരു വലിയ വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ആശയവിനിമയ രംഗത്ത്, വാർത്താവിനിമയ രംഗത്ത്, സൈനികമായ വാർത്താവിനിമയ രംഗത്ത് അതുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ചെറുതല്ല. അത്ര എളുപ്പത്തിൽ അതൊന്നും പാകിസ്ഥാന് പുനഃസ്ഥാപിക്കാൻ കഴിയുകയുമില്ല. അതുപോലെ എട്ടാമത്തത് സർഗോദ എയർബേസ് ആണ്. ഇത് മുഷാഫ് ബേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ വ്യോമത്താവളം ഈ ഒരു തന്ത്രപരമായ മാസ്റ്റർ സ്ട്രോക്കിലൂടെയാണ് നമ്മളത് നശിപ്പിച്ചത്. ഏറ്റവും നിർണായകമായൊരു താവളമായിരുന്നു. അവിടെ ഈ കോമ്പാറ്റ് കമാൻഡേഴ്സ് സ്കൂൾ, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ എലൈറ്റ് സ്ക്വാഡ്രണുകൾ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു വ്യോമത്താവളമാണ് ഈ സർഗോദ എയർബേസ്. അതിൻ്റെ നാശം ഈ പാകിസ്ഥാൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ ആ ഒരു ഘടനയെ, ആ സിസ്റ്റത്തെ പരിപൂർണമായിട്ടും നശിപ്പിച്ചു. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാക് വ്യോമസേനയുടെ മാത്രമല്ല, പാക് പ്രതിരോധത്തിൻ്റെ നട്ടലൊടിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കാർഡ് വ്യോമത്താവളം, അത് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിലാണ്. അതും നമുക്കിതുപോലെ നിർവീര്യമാക്കാൻ സാധിച്ചു. അവിടെയും നമ്മൾ ആക്രമിച്ചു. അത് ഈ ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന ചൈനീസ് പാകിസ്ഥാൻ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് ചൈന വളരെ പെട്ടെന്ന് സഹായങ്ങൾ എത്തിക്കുന്നത് ആ വ്യോമത്താവളത്തിലേക്കായിരുന്നു. അത് നശിപ്പിക്കാൻ സാധിച്ചതോടുകൂടി വടക്കൻ മേഖലയിൽ തന്ത്രപ്രധാനമായ ഒരു വ്യോമത്താവളം നശിപ്പിച്ച് അതിൻ്റെ പാക് സേനയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ മുഴുവനും ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചു. ഇതും തന്ത്രപരമായ നേട്ടമാണ്. പിന്നെയുള്ളത് ഭോലാരി വ്യോമത്താവളമാണ്. അത് കറാച്ചിക്ക് സമീപമാണ്. അത് ഈ നാവിക വ്യോമ ഇതിന് ഉപയോഗിച്ചിരുന്നതാണ് ഒരുപോലെ. അത് നമുക്ക് നശിപ്പിക്കാൻ പറ്റി. അതുപോലെ ഈ തെക്കൻ സേന, ഈ തെക്കുഭാഗത്ത് കിടക്കുന്ന ഈ പ്രത്യേകിച്ചും നമുക്ക് ഈ നാവിക സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തെക്കൻ സേനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യോമത്താവളമാണ്. അത് പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിനെ ആക്രമിക്കും എന്നവർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിനെയും തച്ച് തകർക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. 11ാമത്തത് ജേക്കബാബാദ് വ്യോമത്താവളം.
ഈ ജേക്കബാബാദ് എന്ന് പറയുന്നത് സിന്ധ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലായിട്ട് കിടക്കുന്നതാണ്. അതിനെ നിർവീര്യമാക്കുന്നതിലോടുകൂടി പടിഞ്ഞാറൻ പാകിസ്ഥാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് നമുക്ക് ഈ തന്ത്രപരമായിട്ട് സൈനിക വിന്യാസത്തിനും അതുപോലെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ US സേനയ്ക്ക് കീഴിൽ പരിശീലനം നേടിയ US സേനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്, ഒരു വ്യോമത്താവളമാണ് അതെന്ന് പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ആക്രമണം നടത്തിയത്. അത് ഈ ആന്തരിക ചലനശേഷി, പാക് സൈന്യത്തിൻ്റെ ആന്തരിക ചലനശേഷിയെ അത് വലിയ രീതിയിൽ ബാധിക്കും. അതുപോലെ അതിൻ്റെ വിതരണ ശൃംഖലകൾ സൈന്യത്തിൻ്റെ, അതുപോലെ ഈ പടിഞ്ഞാറൻ വ്യോമ നിരീക്ഷണം, ഇതെല്ലാം സമ്പൂർണ്ണമായിട്ടും അതോടുകൂടി നിലച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങൾ, വ്യോമത്താവളങ്ങൾ ഇനിയും വിശദമായിട്ട് നമ്മുടെ പ്രതിരോധ വകുപ്പ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഇനിയും വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ആ 12 എയർബേസിൽ 11 എയർബേസുകളെ കുറിച്ച് മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ കൊടുത്ത അടി മാരകമായ അടിയാണ്, നിസ്സാര അടിയല്ല. പാകിസ്ഥാൻ 3 ദിവസം കൊണ്ട് ഭയന്ന് വിറച്ച് നിക്കറിൽ മുള്ളിക്കൊണ്ടാണ് വന്ന് ഇന്ത്യയുടെ കാല് പിടിച്ചത്. നമുക്കറിയാം, പാകിസ്ഥാൻ സൈന്യ തലവൻ പോലും ബങ്കറിൽ ഒളിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. ഇത്രയും നാണം കെട്ടൊരു തോൽവി ഏറ്റുവാങ്ങിയിട്ടും ഇപ്പോഴും ഗീർവാണമടിക്കുന്ന പാക് പ്രധാനമന്ത്രി, പാക് പ്രസിഡന്റ്, അതിന് ഓശാന പാടുന്ന ഇന്ത്യയിലെ ചില നാണം കെട്ട, ചില വിവരം കെട്ട വിഡ്ഢികളായ ചില ഈ ഇടത് സഹയാത്രികരും അതുപോലെ ഇടത് നേതാക്കളും അതുപോലെ ഈ ഇന്ത്യൻ സർക്കാരിനെ നിരന്തരം അവിശ്വസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവും. സത്യത്തിൽ നമ്മൾ ഭയക്കേണ്ടത് പാകിസ്ഥാനെയല്ല, ഇന്ത്യക്കുള്ളിൽ നിന്ന്, ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഇത്തരം നാണം കെട്ട വിഡ്ഢികളെയാണ് വാസ്തവത്തിൽ നമ്മൾ ആദ്യം ഉന്മൂലനം ചെയ്യേണ്ടത്. ഇവരെയാണ് ഈ രാജ്യത്തു നിന്ന് ആദ്യം പുറത്താക്കേണ്ടത് എന്നുള്ളതാണ് ഈ നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. സേനയുടെ പത്രക്കുറിപ്പ് കൃത്യമായി വെളിച്ചം വീശുന്നു എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക്.